വടക്കൻ മലബാറിലെ രാഷ്ട്രീയ പരീക്ഷണശാലയായ മഞ്ചേശ്വരത്ത് ഇത്തവണ അംഗം മുറുകുമ്പോൾ വിജയിയെ നിശ്ചയിക്കുന്നത് വോട്ടർമാരല്ല, മറിച്ച് അപരന്മാരും വോട്ട് ഭിന്നിപ്പിക്കാൻ എത്തിയവരുമാണ്. മഞ്ചേശ്വരത്ത് നിന്ന് പിന്മാറില്ലെന്ന് SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ് ഉറപ്പിച്ചു പറയുമ്പോൾ ചിരിക്കുന്നത് BJP ക്യാമ്പാണ്. കേവലം 2000 വോട്ടുകൾ SDPI പിടിച്ചാൽ പോലും K സുരേന്ദ്രൻ നിയമസഭ കാണുമെന്ന കണക്കുകൂട്ടലിൽ UDF കേന്ദ്രങ്ങൾ അങ്കലാപ്പിലായി കഴിഞ്ഞു. ഇതിനു പിന്നിൽ BJPയുടെ വോട്ട് ഭിന്നിപ്പിക്കൽ തന്ത്രമാണോ എന്ന OIC മോഡൽ സംശയമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നത്. കഴിഞ്ഞ തവണ തലനാരിഴയ്ക്കാണ് K സുരേന്ദ്രന് മഞ്ചേശ്വരം നഷ്ടമായത്. അതിനു മുൻപ് അതിലും കുറഞ്ഞ വോട്ടിന്. അന്നെല്ലാം UDFനെ പിന്തുണച്ച SDPI ഇത്തവണ തനിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചത് ആർക്കു വേണ്ടിയാണെന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്. മഞ്ചേശ്വരത്ത് SDPIക്ക് പറയത്തക്ക വോട്ടുകൾ ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും അവർ പിടിക്കുന്ന ഓരോ വോട്ടും KM അഷ്റഫിന്റെ പെട്ടിയിൽ നിന്നുള്ള ചോർച്ചയാകും. ഉത്തരേന്ത്യയിൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPക്ക് വഴിയൊരുക്കുന്ന OIC മോഡൽ തന്ത്രം കാസർഗോഡും പയറ്റുകയാണോ എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം. സിറ്റിംഗ് MLA KM അഷ്റഫിന് ഇത്തവണ വലിയൊരു ചതിക്കുഴി ഒരുങ്ങുന്നത് പേരിലെ സാമ്യതയിലാണ്. മുമ്പ് അഷ്റഫ് ബഡാജി എന്ന് അറിയപ്പെട്ടിരുന്ന SDPI നേതാവ് ഇപ്പോൾ KM അഷ്റഫ് എന്ന പേരിൽ വോട്ട് ചോദിക്കുന്നത് ബോധപൂർവമാണെന്നാണ് മുസ്ലിം ലീഗ് ആരോപിക്കുന്ന കാര്യം. ഇതുകൂടാതെ മറ്റ് 2 മുഹമ്മദ് അഷ്റഫുമാർ കൂടി സ്വതന്ത്രരായി രംഗത്തുണ്ട്. ആകെ 4 അഷ്റഫുമാർ മത്സര രംഗത്തുള്ളപ്പോൾ വോട്ടർമാർക്ക് മാറിപ്പോകുന്ന ഓരോ വോട്ടും സുരേന്ദ്രന് ലഭിക്കുന്ന ബോണസായി മാറും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വലിയ സമ്മർദ്ദമുണ്ടെന്ന് SDPI സ്ഥാനാർത്ഥി സമ്മതിക്കുന്നുണ്ടെങ്കിലും പിന്മാറാൻ അദ്ദേഹം തയ്യാറല്ല. BJPയെ സഹായിക്കാനാണ് മത്സരിക്കുന്നതെന്ന ആരോപണം അദ്ദേഹം തള്ളിക്കളയുമ്പോഴും രാഷ്ട്രീയ ഗണിതം മറ്റൊന്നാണ് പറയുന്നത്. മഞ്ചേശ്വരം പോലെ ഒരു അതിർത്തി മണ്ഡലത്തിൽ ചെറിയ വോട്ട് വ്യത്യാസം പോലും നിർണായകമാണ്. 1000 വോട്ടുകൾ വശത്താക്കാൻ KM അഷ്റഫിന് കഴിഞ്ഞാൽ സുരേന്ദ്രന്റെ വിജയം സുഗമമാകും. BJP ജയിപ്പിക്കാൻ ആരോ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നു എന്ന സംശയം UDFനെ വല്ലാതെ അലട്ടുന്നുണ്ട്. 2016-ലും 2021-ലും സുരേന്ദ്രൻ പൊരുതി വീണ മണ്ണാണത്. ഇത്തവണ അപരന്മാരുടെ കടന്നുകയറ്റവും SDPIയുടെ നിലപാടും അനുകൂലമായാൽ സുരേന്ദ്രന് നിയമസഭയിലേക്കുള്ള ടിക്കറ്റ് മഞ്ചേശ്വരം നൽകും. BJPയുടെ തന്ത്രങ്ങൾ വിജയിച്ചാൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ച് അധികാരം പിടിക്കുന്ന ഉത്തരേന്ത്യൻ മോഡൽ കേരളത്തിലും വിജയകരമായി പരീക്ഷിക്കപ്പെടും. മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ അപരന്മാരുടെ കരുത്തിൽ താമര വിരിയുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഞങ്ങൾ BJPയെ സഹായിക്കാനല്ല മത്സരിക്കുന്നത് എന്ന് SDPI പറയുമ്പോഴും കണക്കുകൾ പറയുന്നത് മറ്റൊന്നാണ്. സുരേന്ദ്രന്റെ വിജയം ഉറപ്പാക്കാൻ SDPIയുടെ 2000 വോട്ടുകൾ മാത്രം മതിയെന്ന യാഥാർത്ഥ്യം UDFന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്.